ഹായ് ഗെയ്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കറിയാം, നമ്മൾ ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും ആ രാജ്യത്തെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യും, ഏറ്റവും പുതിയ ഏറ്റവും റാപ്പിഡ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, അല്ലെങ്കിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ്, ഏറ്റവും ആൾക്കാർക്ക് ഏറ്റവും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചൊക്കെ നമ്മളെല്ലാം കൗതുകമായിട്ടുള്ള സംഗതികളൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അത്തരത്തിലുള്ള താഷ്കന്തിൽ, ഉസ്ബെക്കിസ്ഥാനിലെ ക്യാപിറ്റൽ സിറ്റിയിലെ താഷ്കന്തിലെ ഇവിടുത്തെ മെട്രോ സിസ്റ്റത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. മെട്രോ എങ്ങനെയാണ് ഇവിടുത്തെ, എത്ര വർഷം പഴക്കമുണ്ടെന്നൊക്കെ. നമ്മൾക്കറിയാം, നമ്മുടെ കൊച്ചി മെട്രോ ആണെങ്കിലും ബാംഗ്ലൂർ ആണെങ്കിലും നമ്മൾ മെട്രോ ഒക്കെ വന്നത്, ഇപ്പോൾ കൊച്ചി മെട്രോ ഒക്കെ അടുത്ത കാലത്താണ് വന്നപ്പോൾ നമുക്ക് വളരെ കൗതുകം ഉണ്ടായിരുന്നു. ഒരുപാട് പേര് അതിൻ്റെ ആ ഒരു കൗതുകം കൊണ്ട് യാത്ര ചെയ്യാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളൊരു റീസെൻ്റ്ലി ഒരു 5-10 വർഷത്തിനിടയിലായിരിക്കും, അല്ലെങ്കിൽ ഒരു 10-20 വർഷത്തിലായിരിക്കും ഓൾമോസ്റ്റ് നമ്മുടെ കേരളത്തിലും കർണാടകയിലൊക്കെ മെട്രോ വന്നിട്ടുണ്ടാകും. നമ്മൾ ഇന്നുള്ളത് ഇതാ ഒൽമാസോർ എന്ന് പറഞ്ഞിട്ടുള്ള താഷ്കന്തിലെ മെട്രോൻ്റെ ഒരു സ്റ്റേഷൻ്റെ മുന്നിലാണ്. അപ്പോൾ ഈ സ്റ്റേഷൻ്റെ മെട്രോൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ താഷ്കന്തിൽ ഏകദേശം 50 വർഷത്തിൻ്റെ അടുത്തോളമായി ഇവിടെ മെട്രോ വന്നിട്ട്. അതായത് പഴയ USSR സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് തുടങ്ങിയ മെട്രോ ആട്ടോ. അന്ധകാലത്തെ ഇവിടെ മെട്രോ ഉണ്ട്. അതാണ് ഏകദേശം 4 ലൈനാണ് ഉള്ളത്. 4 ലൈൻ മാത്രമല്ല, ഏകദേശം 168ഓളം മെട്രോ ഇവിടെ ഉണ്ട്. 168ഓളം മെട്രോ ട്രെയിൻസ് ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ 50ഓളം സ്റ്റേഷൻസാണ് ഇവർക്കുള്ളത്. 4 ലൈൻ അങ്ങനെയാണുള്ളത്. ഒരു ദിവസം എത്ര കിലോമീറ്റർ നടക്കുന്നില്ല, യാത്ര ചെയ്യുന്നത് അറിയില്ല ടോട്ടലി. എന്നാലും പോലും വളരെ കൗതുകമാണല്ലോ. നമ്മൾക്കൊക്കെ അവിടെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ 10-15 വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ കണ്ടിട്ട്. ചിലപ്പോൾ ഡൽഹി മെട്രോ പോലും അത്രേ ആയിട്ടുണ്ടാവുള്ളൂ, 20 വർഷത്തേക്ക് അകത്തായിരിക്കും. പക്ഷേ 50 വർഷത്തോളം പഴക്കമുള്ള ഒരു മെട്രോ, അതും ഉസ്ബെക്കിസ്ഥാനിലെ ഈ പറയുന്ന താഷ്കന്തിൽ. ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ചെറിയ രാജ്യമാണ്, നമ്മുടെ കേരള തമിഴ്നാടിനകത്തൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെയൊരു സ്ഥലത്ത് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് സ്വാഭാവികമായിട്ടും ഒരുപാട് കാര്യങ്ങൾ അന്ന് വന്നതുണ്ട്. പലതും സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് വന്ന കുറേ കാര്യങ്ങളുണ്ട് ഉസ്ബെക്കിസ്ഥാനിൽ. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോകളിൽ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമ്മളുടെ കൂടെ ഇന്നുള്ളത് ഇതാ, ഓക്കെ, നമ്മുടെ ഐസക് ബ്രോ. പുള്ളി ഇവിടെ ഇതാണ് പ്രാക്ടീസ് ചെയ്യാൻ പ്ലാൻ ചെയ്ത് വന്നിട്ടുള്ളത്. ഓക്കെ, വേറെ ഇടുന്ന ട്രാൻസ്ഫർ ചെയ്ത് വന്നതാണ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടാവും. ഇത് നമ്മുടെ അശ്വിൻ ബ്രോ. അശ്വിൻ നമ്മുടെ, ഞാൻ പറഞ്ഞല്ലോ, താഷ്കന്റ് മെഡിക്കൽ ആൻഡ് ഡെന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഇവനിപ്പോൾ ക്ലാസ് ഇല്ല, ഇവന് വന്നിട്ട് ഇനി രജിസ്ട്രേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ക്ലാസ് തുടങ്ങണമെങ്കിൽ അടുത്ത ആഴ്ചയാവും. അതുകൊണ്ട് തന്നെ ഇവനിപ്പോൾ കുറച്ച് ദിവസം എൻ്റെ കൂടി നടക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ മെട്രോ എങ്ങനെയാണെന്നുള്ള പരിചയപ്പെടാം. നമ്മൾ കസാക്കിസ്ഥാനെയും ചൈനേൻ്റെ ഒക്കെ മെട്രോ കണ്ടതാണ്. അപ്പം ഇന്ന് നമുക്ക് ഇവിടുത്തെ മെട്രോൻ്റെ യാത്ര ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, പോവാം. അപ്പോൾ ഇതാണ് മെട്രോൻ്റെ അകത്തേക്കുള്ള വഴി. എസ്കലേറ്ററോ കാര്യങ്ങളൊന്നുമില്ല ഇവിടെ. ഇനി അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു തരാം കേട്ടോ, എസ്കലേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ഓക്കെ. അപ്പോൾ അകത്ത് ക്യാമറ ഒക്കെ അലൗഡ് ആയിരിക്കും, നോ പ്രോബ്ലം. പിന്നെ ഇത് സബ്വേ ആണ്. നമുക്ക് ഈ സബ്വേയിൽ ഇറങ്ങിയിട്ട് മുന്നോട്ട് പോയിട്ടുള്ള മെട്രോൻ്റെ അകത്ത് കയറുമ്പോഴുള്ള കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിതാ മെട്രോൻ്റെ ഡോറിൻ്റെ ഇതിനകത്ത് ഇറങ്ങും. പുറത്ത് അത്യാവശ്യം തണുപ്പുണ്ട്. സത്യം പറഞ്ഞ അടുത്ത കാലാവസ്ഥ പ്രവചിക്കാൻ പറ്റാത്തതാണ്. ചില സമയത്ത് കാലാവസ്ഥ പെട്ടെന്നാണ് മാറുക. ഓക്കെ, ഇവിടെ സ്കാനിങ് ചെക്കിങ് ഉണ്ട്. ഇവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റുമോ അറിയില്ല, എന്തായാലും നോക്കാം. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെട്രോ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. ഇത് കണ്ടോ, ഓരോരോ സംഗതി എഴുതിയിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടറാണ്. 2000 സോമാണ്. 2000 സോം എന്ന് പറയുമ്പോൾ ഐസൊക്കെ 2000 സോം എന്ന് പറയുമ്പോൾ എത്ര INR ആയി? 14 രൂപ അല്ലേ? അതായത് ഈ മെട്രോൻ്റെ ഏതറ്റത്തേക്ക് പോകണമെങ്കിലും ഈ ഒറ്റ പ്രൈസാണ് കേട്ടോ. റേറ്റ് വ്യത്യാസമൊന്നുമില്ല. എവിടത്തേക്കാണെങ്കിലും സെയിം പ്രൈസാണ്. അതായത് നമ്മൾ മെട്രോ കയറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, ഈ ടിക്കറ്റ് കാണിച്ച് കൊടുത്താൽ മതി. എവിടെയാണെങ്കിലും സ്കാൻ ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ ഏത് സ്ഥലമാണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾക്ക് എന്തായാലും ഇവിടെ സ്കാൻ ചെയ്തിട്ട്, ഈ QR വെച്ച് സ്കാൻ ചെയ്തിട്ട് വേണം അകത്ത് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് സ്കാൻ ചെയ്യാം. ഇവിടെ വെച്ചു. ആഹാ, സ്കാൻ ആവുന്നില്ലല്ലോ. നമുക്ക് നോക്കി നോക്കാം. സംഭവമേ ഇത് വൈഫൈ ആട്ടോ, ഇത് സ്കാനല്ല. പുള്ളിക്ക് അശ്വിനെ പോയി പരിചയമില്ലേ? ഇതിപ്പോൾ ഇവിടെ വെച്ചു. നോക്കാം. ഓക്കെ, ഗേറ്റ് ഓപ്പണായി, സമാധാനം. ഓക്കെ, അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങാണ്. നമ്മൾക്ക് പോകേണ്ട റെയിൽവേ സ്റ്റേഷൻ നമ്മൾക്കിതിൽ നോക്കാം. ഇതൊരു മെട്രോ ട്രെയിൻ കണ്ടോ. നമ്മൾക്ക് അമീർ തെമൂർ സിയോബിയാനിയിലേക്കാണ് പോകേണ്ടത്. ആ മെട്രോ സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങേണ്ടത്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലാണ്. ഇതുണ്ടോ മെട്രോ, പഴയ മെട്രോ ആട്ടോ. ഓ, വമ്പൻ സൗണ്ട് അല്ലേ? അയ്യോ, ചെവിൻ്റെ ഇതടിച്ചു പോയി.
ഇതാട്ടോ മെട്രോ ലൈന്. ഇവിടെയും അപ്പുറത്തെ സൈഡിലുണ്ട്. ഓ എത്ര വർഷം പഴക്കമുള്ളതാ. നമ്മുടെ നാട്ടിലൊക്കെ പഴയ ട്രെയിൻ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഓർമ്മ വരുന്നത്. എന്തായാലും നമ്മുടെ മെട്രോ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ ആൾക്കാരൊക്കെ വെയിറ്റിങ്ങിലാണ്. അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ, പക്ഷെ ചെറിയ മെട്രോ സ്റ്റേഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മെട്രോ വന്നു കഴിഞ്ഞാൽ അതിൽ കയറിയിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. ജസ്റ്റ് ഒരു മെട്രോ പോയിട്ട് ജസ്റ്റ് അത്ര ടൈമായിട്ടുള്ളൂ, കുറച്ച് ടൈമായിട്ടുള്ളൂ. അപ്പോഴത്തേക്കിനും അടുത്തത് വന്നു. സംഭവം അല്ലേ, ഒരു 2 മിനിറ്റൊക്കെ ആയിട്ടുള്ളൂ. ഇതുണ്ട്, ഇതിന് ഡോറൊക്കെ സെപ്പറേറ്റ് ആട്ടോ. ഇത് ரொம்ப രസമാണ്. നമുക്കിതായാലും കാണാം ഇതിൻ്റെ കാഴ്ചകളുള്ളിലേക്ക് കയറിയിട്ട്. ഓക്കെ, ഡോറും എല്ലാം ഓപ്പണായി. ഭയങ്കര ഡിഫറെൻ്റ് ആട്ടോ. അതുണ്ടോ ഇതിന് ഡോറ്, ഓരോ കോച്ചിനും ഡിഫറെൻറ്റ് ഡോറാണ്. ഏകദേശം 4 കോച്ചസൊക്കെ ആട്ടോ ഉണ്ടാകുക, 4-5 കോച്ചസേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സീറ്റിങ്ങും പരിപാടിയൊക്കെ. പിന്നെ ഇതിൽ കുറച്ച് ആഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ റൂട്ട് മാപ്പ് ചെറിയ LCD ചെറിയ ഡിസ്പ്ലേ ഉണ്ട്. ഇതിൽ റൂട്ടും കാര്യങ്ങളൊക്കെ കാണിക്കും. നമുക്ക് നോക്കാം. ഇവിടെ കുറച്ച് ടൈം നിർത്തിയിടുന്നുണ്ട് തോന്നുന്നു. നമുക്ക് നോക്കാം എവിടത്തേക്ക് പോകാനുള്ളത്. ആ ഫ്രണ്ടിലുള്ള ഒരു ബോഗിയും 2 ബോഗി എത്രയേ ഉള്ളൂ. 4 കോച്ചസ് ഇതിനാകെയുള്ളത്. നമുക്ക് ഏതായാലും അമീർ തൈമൂറിൽ ഇറങ്ങിയിട്ട് അവിടുത്തെ മെട്രോയിൽ നിന്ന് ഇറങ്ങുന്ന കാഴ്ചകളാണ് കേട്ടോ. ആദ്യം ട്രെയിൻ വിടുന്ന സമയത്ത് ആൾക്കാരൊന്നും ഉണ്ടായിട്ടാ. ഇപ്പം നോക്കിയാൽ നല്ല ആൾക്കാർ നിറഞ്ഞു. ഇതിൽ അപ്പുറത്ത് വേറെ ട്രെയിൻ പോകുന്നത്. ഇപ്പം എവിടെയൊക്കെ എത്തി. എന്തായാലും നല്ല തിരക്കുണ്ട് കേട്ടോ, ആൾക്കാരൊക്കെ നല്ല റഷാണ്. അടിപൊളിയല്ലേ, നല്ല സ്പീഡിലൊക്കെ ട്രെയിൻ പോകുന്നത്. അപ്പോൾ നമ്മളിതാ ഇവിടെ അമീർ തൈമൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനിലെത്തി. ഇതുണ്ടോ, നല്ല തിരക്കുണ്ട് ഇവിടെയൊക്കെ. നമ്മൾക്ക് എന്തായാലും എക്സിറ്റ് അടിക്കാം. എക്സിറ്റ് ഇതുവഴി പോകാൻ തോന്നുന്നു, നല്ലത്. അപ്പോൾ സംഭവം കണ്ടോ, നമ്മുടെ ഊട്ടിയിലെ ടോയ് ട്രെയിനില്ലേ, അത് മിസ് ചെയ്തിട്ടോ. സത്യം പറഞ്ഞാൽ ഓരോ ബോഗിയും എന്താ അല്ലേ, പഴയ കാലത്തെ ട്രെയിൻ മെട്രോ ആണിത്. ഇത് സെയിം കസാക്കിസ്ഥാനിൽ ഇതേപോലെ തന്നെ കേട്ടോ. നല്ല സൗണ്ട് ഉണ്ട്. നമ്മളുടെയൊക്കെ കൊച്ചി മെട്രോ ഇത്ര സൗണ്ടൊന്നുമില്ല. ഇത് സത്യം പറഞ്ഞാൽ കസാക്കിസ്ഥാനിൽ ഇതുപോലെ തന്നെയാണ് മെട്രോ. ഒരുപാട് വർഷം പഴക്കമുള്ളത്. അതായത് പഴയ സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് അവരുണ്ടാക്കി വെച്ച വികസനങ്ങൾ, അത് ഒരുപാട് സംഗതികളുണ്ട്. ഇപ്പം ട്രെയിൻ സിസ്റ്റം ആയിക്കോട്ടെ, മെട്രോ ട്രെയിൻ സിസ്റ്റം ആയിക്കോട്ടെ, എന്താണെങ്കിലും നല്ല സിസ്റ്റമാറ്റിക്കലായിട്ട് അവർ ചെയ്യുന്നത്. എല്ലായിടത്തും എത്താൻ പറ്റുന്ന, സിറ്റിയിൽ എല്ലായിടത്തും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അതാണ് അന്ധകാലത്തെയുള്ള വികസനമാണ് അവരുടെ. നമുക്കെന്തായാലും എക്സിറ്റ് അടിക്കാം. ഒരു പഴയ കാലത്തെ എസ്കലേറ്ററാ. നല്ല രസമുണ്ടല്ലേ. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. നമ്മളിങ്ങനെ എക്സിറ്റ് അടിക്കാൻ അതിൻ്റെ തൊട്ട് മുകളിലത്തെ ഫ്ലോറിൽ കയറി അടുത്ത ഫ്ലോറിൽ കയറി ഇങ്ങനെ മാറി കയറുകയാണ്. വാവ്, സബ്വൊക്കെ അടിപൊളിയല്ലേ. ഇതിൻ്റെ എക്സിറ്റ് അടിപൊളിയാണ്. പക്ഷെ വേറൊരു കോമഡി വെച്ചാൽ നമ്മൾ മാത്രമേ ഇങ്ങോട്ടേക്ക് നടക്കുന്നുള്ളൂ, ബാക്കി എല്ലാവരും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ്. നമ്മളെ തന്നെ അങ്ങോട്ടുള്ളൂ. അടിപൊളിയായിട്ടുണ്ട്. ഒഴുക്കിനെതിരെ നീങ്ങുന്നു പറയുന്നത് പോലെ അല്ലേ. നമ്മൾ പറ്റത്തെത്തട്ടെ കേട്ടോ. അപ്പോൾ മെട്രോൻ്റെ അകത്തുള്ള കാഴ്ചകൾ കണ്ടല്ലോ. ശരിക്കും ഇവിടുത്തെ മെട്രോ എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ പറയുന്നതിനേക്കാളും നമ്മുടെ ഐസക് ബ്രോ പറയുന്നതായിരിക്കും നന്നാകുക. കാരണം ഐസക് ബ്രോ കമ്പയർ ചെയ്ത് പറയും. ഐസക് ബ്രോ ഉക്രൈനിലുണ്ടായതാണ്. ഉക്രൈന് പിന്നെ നമ്മുടെ നാട്ടിൽ. എന്തായാലും തിരുവനന്തപുരം കേരളത്തിൻ്റെ തലസ്ഥാനമാണെങ്കിലും സ്വന്തമായിട്ടൊരു മെട്രോ ഇല്ലാത്ത നാടാട്ടോ. ഓക്കെ, എന്താണ് ഐസക് ബ്രോ മെട്രോനെ കുറിച്ച് ഒന്ന് പറഞ്ഞേ. ഇവിടുത്തെ ഇതൊക്കെ ഒരു 50 വർഷം പഴക്കമുള്ള ഒരു മെട്രോസ് ആണ് ഇവിടെയുള്ള. സോവിയറ്റ് യൂണിയനിലുള്ള മെട്രോസ് ഒക്കെ 50-60 വർഷം പഴക്കമുള്ള മെട്രോസ് ആണ്. പക്ഷെ നമ്മുടെ നാട്ടിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടുത്തെ മെട്രോ നമ്മൾ കണ്ടതുപോലെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഇല്ല നാട്ടിലെ മെട്രോയ്ക്ക്. നമ്മുടെ നാട്ടിലെ മെട്രോ എത്ര വർഷമായി കാണും? ആകെ ഒരു 5 വർഷം 8 വർഷമായി എൻ്റെ പണി തീർക്കാൻ വേണ്ടിയിട്ട്. അതെ. പക്ഷെ ആ ഒരു ടൈം പീരീഡ് കൊണ്ട് അവർ ഇത്രയും ഒരു ഇൻഫ്രാസ്ട്രക്ചറോടെ മറ്റൊരു രാജ്യത്തും കാണത്തില്ല. അതെ,
കാരണം 50 വർഷം മുമ്പുള്ള മെട്രോ സ്റ്റേഷൻ ആട്ടോ ഇത്. പുള്ളിക്കാരൻ പറഞ്ഞു നമ്മളെ നാട്ടിലെ മെട്രോ സ്റ്റേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താണ് അവസ്ഥ ഇത്. നമ്മുടെ നാട്ടിലെ മെട്രോ ഒക്കെ ചെറിയ മെട്രോ സ്റ്റേഷനല്ലേ, ഇവിടെ 50 വർഷം മുമ്പ് അടിപൊളി. എല്ലാ കൺട്രീസിലും സോവിയറ്റ് യൂണിയൻ അത്യാവശ്യം നല്ല ഉണ്ടാക്കി. പിന്നെ മെട്രോന്റെ റേറ്റ് എങ്ങനെയാ, എന്താ അവസ്ഥ? മെട്രോയുടെ കമ്പാരിറ്റീവ്ലി കുറവാണല്ലേ? കുറവാണ്, പിന്നെ തീർച്ചയായിട്ടും കുറവാണ്. കാരണം മെട്രോസ് ആണ് ഇവർക്ക് പെട്ടെന്ന് പോയി വരാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് മെട്രോയാണ്. ഇവിടെ മെട്രോ എന്ന് പറഞ്ഞാൽ 50 വർഷം മുന്നേ അവർ ചിന്തിച്ചു തുടങ്ങി. നമ്മുടെ നാട്ടിൽ 10 വർഷമേ ആയിട്ടുള്ളൂ. ആ 10 വർഷത്തിൽ ഉണ്ടാക്കിയതിൽ എന്തൊക്കെയാണ് ഉണ്ടാക്കിയതിനെ പറയാതിരിക്കുന്നില്ല. കാരണം 2 പ്രാവശ്യം നമ്മുടെ കൊച്ചി മെട്രോന്റെ അറ്റകുറ്റ പണികളൊക്കെ നടക്കുന്നത് വീണ്ടും. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇവിടുത്തെ മെട്രോ സിസ്റ്റത്തിനൊക്കെ മാതൃകയാക്കാൻ പറ്റിയ സംഗതികൾ നമ്മുടെ നാട്ടിലും കൊണ്ടുവരാൻ പറ്റും. ഇതാരും വിമർശിക്കുകയോ അല്ലെങ്കിൽ താഴ്ത്തി പറയുകയോ അല്ല, സ്വന്തം നാടിനെ കുറ്റം പറയുന്നതല്ല. പക്ഷേ ഇവിടുത്തെ പോലെ നമുക്കറിയാം, ഇവിടത്തേക്ക് പോകാനും ആകെ 14 രൂപ നാട്ടിലെ അത്രേ വേണ്ടു. നമ്മുടെ നാട്ടിലൊക്കെ കൊച്ചി മെട്രോയിൽ 2ാമത്തെ സ്റ്റോപ്പ് ആണെങ്കിൽ 3ാമത്തെ സ്റ്റോപ്പ് തുടങ്ങും 30 രൂപ, 40 രൂപ, 60 രൂപയൊക്കെ. 14 രൂപ എവിടെ വേണമെങ്കിൽ പോവാം. മാത്രമല്ല ഇവിടുത്തെ ഒരു മെട്രോ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ നാട്ടിലൊക്കെ ഒരു വലിയൊരു എയർപോർട്ട് അല്ലെങ്കിൽ ഒരു മാളിൻ്റെ ആ സെറ്റപ്പാണ്. ഇതിനകത്ത് കുറേ സ്റ്റേഷനറിയും കുറേ ഔട്ട്ലെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും 50 വർഷം പഴക്കമുള്ള 50 വർഷത്തോളം പഴക്കമുള്ള മെട്രോ സ്റ്റേഷൻ്റെ കാര്യം ഞാൻ പറയുന്നത്. നിങ്ങൾ ചിന്തിക്കണം, അത്രയും വലിയ വികസനങ്ങളാണ് പണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യങ്ങൾ മാതൃകയാക്കാനും നാട്ടിൽ നടപ്പാക്കാനും നമ്മുടെ ഭരണാധികാരികൾക്ക് സാധിക്കുകയാണെങ്കിൽ വലിയൊരു സംഗതിയായിരിക്കും കേട്ടോ. അപ്പം ഇന്നത്തെ മെട്രോ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടാകും, ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതുവരെ